പറയുന്നുണ്ട് ചില വീഡിയോ കണ്ട് ഞാൻ തന്നെ കരഞ്ഞു പോയി, പുള്ളിയുടെ വീഡിയോ കണ്ട് പുള്ളി തന്നെ കരഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്രയും സപ്പോർട്ട് തന്നതിനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്. പുള്ളി അല്ലാതെ അനുവിന് PR കൊടുത്താണ് അനു കപ്പടിച്ചെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു PR ബലത്തിലല്ല എന്നുള്ളതിൽ നമുക്ക് UFOയുടെ ജനറൽ മാനേജർ ആയിരുന്നു ഒരാൾ. മോളോട് സ്നേഹം വേണം എന്ന് വെച്ച് ഒരു നിരപരാധിയെ കുറിച്ച് തോന്നിവാസം പറയുന്നത് ശരിയാണോ? അതിലെ പെൺകുട്ടിയാണ് അതിനെതിരെ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത്. എത്ര മോശം. ഷാനവാസ് അതുൽ വ്ലോഗ്സ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. ഷാനവാസ് ലൈവിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. PR കാര്യങ്ങൾ പോലൊക്കെ എന്തോ സംസാരിച്ച് പോയിട്ടുണ്ടായിരുന്നു. സാധാരണ എല്ലാവരും പറയുന്ന പോലെ ഒരു PR ഇല്ല, ഒന്നുമില്ല ഉള്ള രീതിയിലാണ് വിജയിച്ചെന്ന് പറഞ്ഞ് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വെച്ചിട്ട് നമ്മുടെ യൂട്യൂബർ അതുൽ വ്ലോഗ്സ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലൈവ് വരുമ്പോൾ അതിന്റെ മൊത്തം കാണാനുള്ള ഒരു സാമാന്യ മര്യാദ എന്ന് പറഞ്ഞൊരു സംഭവമെങ്കിലും അതിൽ കാണിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം പല കാര്യങ്ങളിലും ഇയാൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അംഗീകരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തില അതിൽ എനിക്ക് തെറ്റുപറ്റി. കാരണം ഞാനും അതിലും നല്ല സുഹൃത്തുക്കളാണ്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അവനാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അവൻ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അതും എല്ലാവരും ഹാൻഡിൽ ചെയ്യുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എഴുതി ചെയ്യത്തുള്ളൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, കാരണം ചില കാര്യങ്ങൾ എന്നെക്കാളും ഹൈ ലെവലിലും ഭയങ്കര ഹോൾഡൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അതില്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്റെ ഉറ്റ ചങ്ങാതി എന്ന് വെച്ചാൽ എപ്പോഴും ഞങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അനുമോടെ വിഷയം വന്ന സമയത്ത് എന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചപ്പോൾ സ്വന്തം കൂട്ടുകാരൻ എന്ന് പോലും നോക്കാതെ അതേ വ്യക്തി തന്നെ എനിക്കെതിരെ സംസാരിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ പല കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോയിലും സംസാരിച്ചിട്ടുണ്ട്, കോൾ റെക്കോർഡ് ഉണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. അതെല്ലാവരും കാണുന്നതൊക്കെ തന്നെയാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ട് തെറ്റുപറ്റി. അപ്പൊ അത് തെറ്റുപറ്റുമ്പോൾ എനിക്കും അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഇതുണ്ട്. ഓക്കെ, പിന്നെ ഷാനവാസിന്റെ PR കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ അതുലിനെതിരെ ഒരു പെൺകുട്ടി എനിക്കൊരു വോയിസ് അയച്ചു തന്നിട്ടുണ്ട്. എതിരെ എന്ന് പറയാൻ പറ്റില്ല, പെൺകുട്ടിക്ക് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞു. ആ പെൺകുട്ടി ഒരു വോയിസ് അയച്ചു തന്നു. ഞാൻ അവിടെ ജസ്റ്റ് ഇതൊന്ന് പ്ലേ ചെയ്യാം. പറയുന്നുണ്ടല്ലോ ഷാനവാസും ഇപ്പൊ അനു PR കൊടുത്തെന്ന് പറയുന്നു, നാണമില്ലേ എന്നൊക്കെ. ഷാനവാസ് പറഞ്ഞത് അദ്ദേഹം PR കൊടുത്തിട്ടില്ലെന്നാണ്. അങ്ങനെ പറയുമ്പോ എങ്ങനെയാണ് അനു PR കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്? പുള്ളി പറഞ്ഞതായി ഞാൻ PR കൊടുക്കാതെ എന്റെ വീഡിയോസ് ആയാലും എനിക്ക് ഒരേ ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയത് ഇത്രയും സപ്പോർട്ട്, അതായത് PR കൊടുക്കാതെ നിങ്ങൾ എനിക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്തതിനെ കുറിച്ചാണ് അവിടെ PR എടുത്തു വെച്ച് പറഞ്ഞത്. അതൊരിക്കലും ഈ അനു കപ്പടിച്ചത് PR ബലത്തിലാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ആ ലൈവ് ഫുള്ള് കണ്ടവളാ ഞാൻ, കേട്ട് നിന്നവളാ ഞാൻ. കാരണം വെച്ചാൽ അതിലെ കമന്റ്സുകളായാലും അതിലെ വീഡിയോസിനെ കുറിച്ച് ഇക്ക എടുത്തു വെച്ച് പറയുന്നുണ്ട്. പുള്ളി പറയുന്നുണ്ട് ചില വീഡിയോ കണ്ട് ഞാൻ തന്നെ കരഞ്ഞു പോയി, പുള്ളിയുടെ വീഡിയോ കണ്ട് പുള്ളി തന്നെ കരഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്രയും സപ്പോർട്ട് തന്നതിനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്. പുള്ളി അല്ലാതെ അനുവിന് PR കൊടുത്താണ് അനു കപ്പടിച്ചെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ആ ഒരു ഭാഗം മാത്രം എടുത്തു വെച്ചുകൊണ്ട് വന്ന് വേറൊരാളെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യരുത്. അത് വളരെ മോശമാണ്. കാരണം വെച്ചാൽ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് അയാൾ. ആ ഒരു വ്യക്തി PR കൊടുത്തു ഇയാളും വന്നിങ്ങനെ PR കൊടുത്തു, എന്തെല്ലാം മോശമായിട്ടാണ് പറയുന്നത്. ആ ലൈവ് കണ്ട ഒരു പെൺകുട്ടിയാണ് ഇത് സംസാരിച്ചിരിക്കുന്നത്. ആ ലൈവ് ഞാനൊന്ന് വെച്ച് തരാം നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യം മനസ്സിലാവും. അനുമോളെ കുറിച്ച് മോശമായിട്ട് ഷാനവാസ് എവിടെയും പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് വീക്ക് ഷാനവാസും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാനവാസിന് അറിയാലോ, ഗെയിം സംബന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനുമോളും പറഞ്ഞിട്ടുണ്ട്, പുള്ളിയും പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെയൊക്കെ തന്നെ. എന്തായാലും ആ ലൈവിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. ഒരു PR ബലത്തിലല്ല എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. നിങ്ങൾ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടുമാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത്. അതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ടോപ്പ് 5 വരുന്നത് ചെറിയ കാര്യമില്ല. എടാ ഷാനവാസേ, സീരിയസ്ലി എനിക്ക് ഇഷ്ടമായിരുന്നു തന്നെ. നല്ലൊരു വ്യക്തിയാണ്, എല്ലാം ഓക്കെ ആണെന്ന് ഉള്ള രീതിയിലായിരുന്നു ഞാൻ കണ്ടിരുന്നത്. പക്ഷെ നിന്റെ ഈ വർത്തമാനം നിനക്കും ബോധമില്ലേടേ. എടാ PR കൊണ്ട് എങ്ങനെയാടാ ഒരാളെ കപ്പടിക്കും? ആ ഹൗസിന്റെ അകത്ത് ആ പെണ്ണിനെ എല്ലാം കൂടി വലിച്ചേറി നീയും കണ്ടതല്ലടാ. എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലേ? ഈ പുറത്തിറങ്ങിയിട്ട് ഈ വിഡ്ഢികളെ വിളിച്ച് പറയുന്നതും കേട്ടുകൊണ്ട് PR എന്നിരുന്ന് കുരയ്ക്കാൻ ഉളുപ്പില്ലടാ ഷാനവാസനൊക്കെ. നിനക്ക് പറയാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, നിനക്ക് ഉളുപ്പുണ്ടോടാ? ഒരരിയും മണിയും തിരിച്ചറിയാതെ വന്നിട്ട് കൊണയടിക്കാൻ നിനക്ക് ഉളുപ്പുണ്ടോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഞാനൊരു വീഡിയോ വെച്ച് തരാം. ഈ വീഡിയോ നീ തന്നെ നിന്റെ വീഡിയോക്ക് അത് നേരത്തെ വെച്ചിട്ടുള്ള, എന്നിട്ട് അത് പോലും മനസ്സിലാക്കാത്ത ലോക തോൽവിയായി പോലോടാ മണ്ടാ നീ. മണ്ടനായി പോലോടാന്ന് ഞാൻ ആലോചിക്കൂടാ. ഞാനൊരു വീഡിയോ വെച്ച് തരാം. അനുമോള് ഡിസേർവിംഗ് ആണ്. അർഹതപ്പെട്ടവർക്ക് എന്തായാലും വന്നു ചേരും. PR എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പരിധിവരെ എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചിലർ യൂസ് ചെയ്യും, ചിലർ യൂസ് ചെയ്യില്ല. യൂസ് ചെയ്യുന്നത് വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് ഇതിന് ശേഷം, ഇതൊന്നും അറിയാത്ത എനിക്ക് ഇതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത്
വലിയ വലിയ രാജ്യത്തെ വലിയ വലിയ തെരഞ്ഞെടുപ്പുകളിൽ പോലും അമേരിക്കയിൽ നിന്ന് വരെയുള്ള PR-കളെ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എന്താ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്കൊന്നും സ്വന്തമായിട്ട് വോട്ട് പിടിക്കാൻ കഴിയില്ലായിട്ടാണോ? അല്ല. ഈ ഒരു വീഡിയോ നീ കണ്ടതാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഷാനവാസിന് PR എന്ന് പറഞ്ഞ സംഭവം പുള്ളിക്ക് 3-4 ഗ്രൂപ്പ് ഉണ്ട്. 600-700 ആൾക്കാരുള്ള ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു തുറന്നു പറയാലോ. പിന്നെ അതുപോലെ തന്നെ പുള്ളിയുടെ ഇൻസ്റ്റ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. PR എന്ന് പറഞ്ഞത് പുള്ളിയുടെ ഫ്രണ്ട്സ്, അത് പൈസ കൊടുത്തിട്ടല്ല, പുള്ളിയോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന കുറച്ച് അനസ് എന്ന് പറയുന്ന ഒരു പുള്ളി, പിന്നെ എന്തുവാ ഡിജിറ്റലിന്റെ ഒരു അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു വീഡിയോ ഞാൻ നിനക്ക് വെച്ച് തരാം. ചുമ്മാ കഥ അറിയാതെ ആട്ടം കാണാതെ. ചിലപ്പോൾ ഇനി ഈ ഒരു വീഡിയോ ഒക്കെ വെച്ചിട്ടായിരിക്കും ഇനി അടുത്തതൊന്നും അടിച്ച് ഇറക്കി വിടല്ലേ. ഞാൻ അത്രേ പറയുന്നുള്ളൂ, ഉള്ളതെല്ലാം പറയാലോ. ഷാനവാസിന്റെ ലൈവിൽ പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും PR ഇല്ല എല്ലാവരും എന്നും പറയുന്നുണ്ട് എടുത്ത്. അത് മനസ്സിലാക്കണം ആദ്യം, അതും കൂടെ മനസ്സിലാക്കണം. പിന്നെ അനുമോളുടെ PR-ന്റെ കറക്റ്റ് പൈസ എനിക്കറിയാം. എന്തായാലും 10 ലക്ഷത്തിൽ കൂടുതൽ രൂപ അനുമോൾ കൊടുത്തിട്ടുണ്ടെന്നും എനിക്കറിയാം. 10 അല്ല, എനിക്ക് കറക്റ്റ് കണക്കറിയാം. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിവരിക്കുന്നൊന്നുമില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഷാനവാസിന്റെ ഒരു വയ്യാഴി വന്ന സമയത്താണ് ഞാൻ ഷാനിമോളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ പീരിയഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് അതെല്ലാം ഒരു ദിവസത്തെ ഡിഫറൻസേ ഉള്ളൂ. അത് നിങ്ങൾ ആലോചിക്കണം. ഞാൻ ശരിക്കും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതൊക്കെ. പിന്നെ വരുന്ന ഓരോ ഇതും കോണ്ടന്റ് മൊത്തം അനുമോടെയാണ്. ആ കാര്യത്തിലൊക്കെ അനുമോട് നിരപരാധിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുള്ളിയുടെ നേരത്തെ കാണിച്ചതെല്ലാം ഞാൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും അതൊരു ഇതൊന്ന് കണ്ടു നോക്ക്. UFOയുടെ ജനറൽ മാനേജർ ആയിരുന്നു ഒരാൾ, ജിജു ചേട്ടൻ എന്നറിയും. അപ്പൊ മൂപ്പര് ഈ 750 തിയേറ്ററിൽ പ്രൊജക്ടർ വെച്ച് കൊടുക്കുന്നത് അവരാണ്. നിലമ്പൂരൊരു അനസ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ഇവർ രണ്ടുപേരും കൂടി എൻ്റെ PROs ആയിട്ട് അവർ സ്വയം അങ്ങോട്ട് ഏറ്റെടുക്കും. ഇവർ ഈ എഡിറ്റിംഗ് ചെയ്ത് ഇങ്ങനെ സോങ്സ് എല്ലാം കയറ്റി ഇങ്ങനെ ചെയ്ത് ഏറ്റവും നല്ല മനോഹരമായിട്ട് സോങ്സ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വരുന്ന വീഡിയോസിന് ഞങ്ങൾ സമ്മാനം തരും എന്നൊക്കെ പറഞ്ഞിട്ട്, അതും ഷാനു നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് തരും എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയെടുത്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം അവരത് കണ്ട് യൂസ് ചെയ്തു. ആ യൂസ് ചെയ്തതിൻ്റെ പുറത്താണ് എനിക്ക് അതിനും ഭയങ്കര ഹിറ്റാക്കിയ ആ സീരിയല് മറ്റേ ട്രെൻഡിങ് 1 വരികയും അങ്ങനെ ഒത്തിരി നല്ല ഗുണങ്ങൾ എനിക്കില്ല. അതുവഴിയാണ് എനിക്ക് ഏഷ്യാനെറ്റിന്റെ മോസ്റ്റ് പോപ്പുലർ ആക്ടർ അവാർഡ് കിട്ടി, ഏഷ്യാവിഷിന്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി, അഡ്രുബാസി ബെസ്റ്റ് ആക്ടർ 3 പ്രാവശ്യം വാങ്ങി, പ്രേം നസീർ ബെസ്റ്റ് ആക്ടർ 4 പ്രാവശ്യം വാങ്ങി, കലാഭവൻ മണി ബെസ്റ്റ് ആക്ടർ 3 പ്രാവശ്യം വാങ്ങി, തിക്കുറിശി ബെസ്റ്റ് ആക്ടർ 2 പ്രാവശ്യം, ഒത്തിരി ബെസ്റ്റ് ആക്ടേഴ്സ് ഞാൻ വാങ്ങി. അത് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് കുറെ ആൾക്കാർ പുള്ളിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുള്ളിയോടുള്ള ഇതുകൊണ്ട് വെറുതെ വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ കൊച്ചു പൈസയും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൊടുക്കുന്നതൊക്കെ തന്നെ ഇല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ നീ പൊക്കിക്കൊണ്ട് നടക്കുന്നത് നിലപാടില്ലാത്തവരെയാണെന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുവോ? അതിലെ നിലപാടില്ലാത്ത കുറെ ആൾക്കാരെയാണ് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. വേദലക്ഷ്മിയെ പോലുള്ളവന്മാരെ, അഖിൽമാരാണ്ടോർണം ഞാൻ വെച്ച് തരാം. നെവിനെ പറഞ്ഞത് ഞാൻ എല്ലാവരോടും ചോദിക്കട്ടെ. നെവിൻ അവൻ നശിച്ചു പോകാൻ അങ്ങനെയാണ് എന്റെ കുഞ്ഞിനെ കരയിപ്പിച്ച്. ഇപ്പൊ എല്ലാവരും നെവിനെയാണല്ലോ തൂക്കിക്കൊണ്ട് നടക്കുന്നത്. കാരണം അനുമോളുടെ കൂടെ നല്ല ഫ്രണ്ട് ആയപ്പോ അവൻ പുണ്യാളനായി. മാരാരും എന്നെ മാറ്റി പറഞ്ഞു പല. ഞാൻ വെച്ചുതരാം. ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഗെയിമറാണ്. ഇതെങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോകത്തക്ക രീതിയിലുള്ള അരോചകമായിട്ടുള്ള കോണ്ടന്റുകളാണ് ഈ നിവിൻ എന്ന് പറയുന്ന മത്സരത്തിൽ. ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഗെയിമറാണ്. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത എവിടെയെങ്കിലും കിടക്കുന്ന അലവരാതികൾ കാണിക്കുന്ന ഇവരൊക്കെ എന്റർടൈൻമെന്റ് ആണെന്ന് കരുതി കൊണ്ടു നടക്കുന്നത്. നമ്മൾ ഈ ബിഗ് ബോസിന്റെ ഒരു പ്രശ്നം കിടക്കുന്ന ഏതാണ്? നന്നായി സംസാരിച്ചത് കൊണ്ടോ നന്നായി എന്റർടൈൻമെന്റ് ചെയ്തത് കൊണ്ടോ കാര്യമില്ല. നന്നായി എന്റർടൈൻമെന്റ് ചെയ്തത് കൊണ്ടോ കാര്യമില്ല. സാമൂഹിക ബോധമുള്ള ഒരുവനെ സംബന്ധിച്ച് എന്റർടൈൻമെന്റ് അല്ല, കോമാളിത്തരമാണ്, വിവരക്കേടാണ്, സ്വാർത്ഥതയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. നന്നായി എന്റർടൈൻമെന്റ് ചെയ്തത് കൊണ്ടോ കാര്യമില്ല. ഇവിടെ പലപ്പോഴും നിവിന്റെ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ് പുറത്ത് വന്ന ഞാൻ കണ്ടന്റുകളൊക്കെ ഞാൻ കാണുമ്പോഴത്തേക്ക് ലാലേട്ടനോട് സംസാരിക്കുമ്പോഴായിക്കോട്ടെ, ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോൾ ആയിക്കോട്ടെ, വിവരക്കേടുകൾ എഴുന്നള്ളിക്കുന്നതിനെ എന്റർടൈൻമെന്റ് ആയിട്ട് പലപ്പോഴും ആഘോഷിക്കുകയാണ്. അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഏറ്റവും ബെസ്റ്റ് ഗെയിമർ നിവിനാണ്. ഇത്തരം ഒരു മത്സരാർത്ഥിയൊക്കെ എങ്ങനെ സഹിക്കുന്നു? ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഗെയിമറാണ്. എങ്ങനെ ഇരിക്കണം പോലുള്ള ആണും പെണ്ണും കെട്ടവന്മാരുടെ കാര്യത്തിൽ ഇടപെടാൻ നോക്ക്. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇവനെയൊക്കെ എടുത്ത് മലത്തി അടിക്കാൻ ശ്രമിക്കും. ഞാൻ അനുമോടെ കുറെ നല്ല കാര്യങ്ങൾ ലാസ്റ്റ് ആഴ്ചയിലൊക്കെ അനുമോടെ കോണ്ടന്റ് ആയിരുന്നു മൊത്തം. ഞാൻ പോസിറ്റീവായിട്ടൊക്കെ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഷാനവാസും വന്നിട്ട് ഈ പറയുന്ന അനുമോളെ ശരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാം, ഈ എന്താ അവിടെ പേര് വേദലക്ഷ്മി, അവളെ പോലെ ട്രിപ്പിളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാൻഡ് മാറി കളിക്കുന്ന സ്വഭാവം ഇല്ല. പറഞ്ഞു മനസ്സിലാക്കണം ഈ ഷാനവാസിനൊക്കെ. കാരണം പുറത്ത് ലാലേട്ടന്റെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആലോചിക്കണം, അവള് പലവട്ടം അത് ആ ബീബിക്ക് അത് മാറ്റി പറഞ്ഞു. അവള് പുറത്തിറങ്ങിയപ്പം അത് ഇല്ല എന്നും പറഞ്ഞാൽ കേക്ക് മുറിച്ചവളാണ് അവള്. എന്നിട്ട് അവളെ കേട്ടത്തില്ലെന്ന് പറയുകയും ചെയ്തു. അനുമോടെ സപ്പോർട്ട് കണ്ടിട്ട് നിവിൻ കപ്പടിക്കണമെന്ന് ആഗ്രഹിച്ച് അവള് അകത്ത് ചെന്നപ്പോൾ അനുമോക്ക് സപ്പോർട്ട്. ഇതുപോലുള്ള സ്റ്റാൻഡ് ഇല്ലാത്ത അവൾമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നിനക്ക് സ്റ്റാൻഡ് ഉണ്ടോടാന്ന് ഞാൻ ചോദിച്ചാൽ നീ എന്ത് പറയും?
ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും അരിയും മണിയൊക്കെ തിരിച്ചറിഞ്ഞിട്ട് സംസാരിക്കണം. ആ ലൈവ് മൊത്തം കണ്ടിട്ട് താങ്കൾ സംസാരിച്ച കുറച്ച് അന്തസ്സുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിൽ അതിലെ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അന്ന് എന്റെ ഭാഗത്ത് എന്തോ ഒരു തെറ്റുണ്ടപ്പോൾ നീ അത് ചൂണ്ടിക്കാണിച്ചെങ്കിൽ ഇന്ന് നിന്റെ ഭാഗത്ത് തെറ്റ് ഞാനും ചൂണ്ടിക്കാണിക്കുന്നു. അത് തിരുത്താനുള്ള മനസ്സാധ്യം ഉണ്ടാവുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ് ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.